എന്തുകൊണ്ട് ഇസ്രായേല് ഇറാന് മേലെയുള്ള യുദ്ധം അല്ലെങ്കിൽ ഇറാന് നൽകിയ തിരിച്ചടി പെട്ടെന്ന് അവസാനിപ്പിച്ചു? പെട്ടെന്ന് പെട്ടെന്ന് എന്തുകൊണ്ട് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തി? സാധാരണ ഇസ്രായേൽ അങ്ങനെ ചെയ്യാത്തതാണ്. ഗസയിലൊക്കെ പല പ്രാവശ്യം പല ആൾക്കാർ ഇടപെട്ട് ഏകദേശം 10,60,000 ആൾക്കാരെ തീരുമാനാക്കിയതിനു ശേഷമാണ് അവർ വെടിനിർത്തലിലേക്ക് എത്തിയത്. പക്ഷെ എന്തുകൊണ്ട് ഇറാനുമായിട്ട് നടത്തിയ ഈ ഒരു യുദ്ധത്തില് പെട്ടെന്ന് തന്നെ അവര് വെടിനിർത്തലിലേക്ക് എത്തി? ട്രംപ് ആണോ കാരണം? ട്രംപ് വിളിച്ച് നെതന്യാഹുവിനെ തെറി പറഞ്ഞതാണോ കാരണം? അല്ല. അതിന്റെ കാരണം അറിയണമെങ്കിൽ ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, ഇത് ഇസ്രായേലിലെ ദീപാവലിക്ക് ആൾക്കാർ പടക്കം പൊട്ടിച്ചതല്ല, അല്ലെങ്കിൽ ഇടിമിന്നലില് ബിൽഡിങ്ങുകൾ നിന്ന് കത്തുന്നതല്ല. ഇത് ഇറാന്റെ ഹൈപ്പർസോണിക് അല്ലെങ്കിൽ സൂപ്പർ സോണിക് മിസൈലുകൾ പോയി ഹിറ്റ് ചെയ്തതിന്റെ വീഡിയോ ആണ്. ഇതാണ് യഥാർത്ഥത്തില് ഇസ്രായേലിനെ കൊണ്ട് ചിന്തിപ്പിച്ച കാര്യം എന്നുള്ളതാണ്. സാധാരണ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഗസ വാർ നടന്നുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ ഇറാനെ പോയി ഒന്ന് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇറാൻ തിരിച്ചടി നൽകിയത് ഒരു ടോക്കൺ വാർ ആയിട്ടാണ്, ഒരു ടോക്കൺ തിരിച്ചടിയാണ്. ഇറാന്റെ കയ്യിലുള്ള ഈ ഫത്ത ഈ ഡ്രോണുകളും അതേപോലെ തന്നെ ഇറാന്റെ കയ്യിലുള്ള ബാക്കിയുള്ള ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഇസ്രായേലിനെ നേരെ ആക്രമിച്ചത്. ഈ ഡ്രോണുകളൊക്കെ ഇസ്രായേലിന്റെ അതിർത്തി എത്തുന്നതിന്റെ മുന്നേ തന്നെ ഇസ്രായേൽ അടിച്ചിടുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഇറാൻ അല്ല യഥാർത്ഥത്തിൽ ഇപ്പോ ഉള്ള ഇറാൻ എന്നുള്ളതാണ്. ഈ അറ്റാക്ക് ഇസ്രായേലിന്റെ ബെങ്കൂരിയൻ എയർപോർട്ടിന്റെ നേരെയും ഹൈഫയ്ക്ക് നേരെയും അതേപോലെ തന്നെ കെമിക്കൽ ഫാക്ടറികൾക്ക് നേരെയും ഇറാൻ നടത്തുന്ന സമയത്ത് ഇസ്രായേലിന്റെ കയ്യിലുള്ള അയൺ ഡോമും ആരോയും പാട്രിയോട്ട് അടക്കം വരുന്ന ത്രിതല സംവിധാനങ്ങൾ, ത്രിതല എയർ ഡിഫൻസ് സംവിധാനങ്ങള് നോക്കുകുത്തിയായിട്ട് നിന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇസ്രായേലിന്റെ കയ്യിലുള്ള അയൺ ഡോം അടക്കമുള്ള സിസ്റ്റങ്ങള് ഈ പറയുന്ന ഗസേന്ന് ഹമാസ് വിടുന്ന PVC പൈപ്പിനകത്ത് നിർമ്മിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റോക്കറ്റുകളെ മാത്രം ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ഇറാന്റെ കയ്യിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഇതൊന്നും തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിന് നേരെ സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വെറുതെ വാ പൊളിച്ച് നോക്കി നിൽക്കുകയല്ല, അത് ഒരൊറ്റ മിസൈലിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന അയൺ ഡോമിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത. അതായത് മാനൂവറബിലിറ്റി ഉള്ള, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിശ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകളെയാണ് ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള മിസൈലുകള് ഈവൻ അമേരിക്കക്ക് നേരെ പോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് പോലും ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഈ മിസൈല് വരുന്നത് കാണും, ഈ മിസൈൽ ഏത് ദിശയിലൂടെയാണ് വരുന്നത് എന്നുള്ളത് കാണും, അതേപോലെ തന്നെ എത്രയാണ് അതിന്റെ സ്പീഡ് എന്നുള്ളത് കാണും, അതേപോലെ തന്നെ ഇത് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കാണോ വരുന്നത്, ഡിഫൻസ് കേന്ദ്രങ്ങളിലേക്കാണോ വരുന്നത്, അതോ ഒരു പ്രശ്നം ഇല്ലാത്ത ഏരിയയിലോട്ടാണോ ഈ മിസൈൽ വരുന്നത് എന്നുള്ളത് കാണാനും അറിയാനും പറ്റും. ഇതെല്ലാം അറിയാൻ പറ്റുമെങ്കിലും ഇതിനെ ഒരു കൗണ്ടർ മിസൈൽ ഉപയോഗിച്ചിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നം നിലനിൽക്കെ ഇസ്രായേല് ഇറാനുമായിട്ടുള്ള വാറ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേല് ഏകദേശം ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ചാരമാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ആക്റ്റീവായിട്ട് വാർ നടന്ന സമയത്ത് ഇസ്രായേൽ ഇതേ പ്രശ്നത്തിനെ ഇസ്രായേൽ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ അനുഭവ പാഠം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു രാജ്യത്തിന് മേലെയും ഒരു കാലത്തും ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറുകൾ പോലും
അംഗീകരിക്കാത്ത മുന്നോട്ട് കൊണ്ടുപോവാത്ത ഇസ്രായേല് ഇറാന് നേരെ പിന്നീട് ഒരു അറ്റാക്കിന് വേണ്ടി മുതിരാതിരുന്നത്? ഈ കാര്യങ്ങള് കൃത്യമായിട്ട് അറിയുന്ന ഇറാൻ യഥാർത്ഥത്തില് ഇസ്രായേലിന് നേരെ ഇറാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെ നടത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒരു കാരണവശാലും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവര് കാലാകാലങ്ങളിൽ ബങ്കറിൽ ഒളിച്ചു നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തപ്പെടും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തില് ഇറാൻ ഈ ഒരു വാറ് കഴിഞ്ഞപ്പോ കുറെ ആൾക്കാര് എങ്ങനെയാണ് ഈ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടാതെ ഈ ഇസ്രായേലിന് നേരെ പതിക്കുന്നേ എന്നുള്ളതിന്റെ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് എക്സിലടക്കം പല വീഡിയോസ് പുറത്തു വരുന്നുണ്ട്. അതായത് നോർമൽ ആയിട്ടുള്ള മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നോർമൽ മിസൈലുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന സൂപ്പർ സോണിക് അല്ലെങ്കിൽ ഹൈപ്പർ സോണിക് മിസൈലുകളെ യഥാർത്ഥത്തിൽ ഇറാൻ ഉപയോഗിക്കാൻ കൂടെ ചെയ്യുന്നത്. അപ്പോ ആകാശത്ത് നിന്നുള്ള കുറെ വീഡിയോസ് യഥാർത്ഥത്തിൽ ട്വിറ്ററിൽ ഒരുപാട് എണ്ണം നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു മിസൈൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ കൗണ്ടർ ആയിട്ട് തൊടുത്തു വിടുന്ന ഒരു മിസൈൽ നേരെ ഇതിനെ പോവുകയും ആകാശത്ത് വെച്ച് തന്നെ ഇതിനെ ഹിറ്റ് ചെയ്യുകയും അവിടുന്ന് തന്നെ ഇതിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന പരിപാടിയാണിത്. പക്ഷേ ഈ വീഡിയോസിലെല്ലാം നമുക്ക് കാണാം ചില മിസൈലുകള് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുമ്പോ ഈ ദിശയും ഈ സ്പീഡും മനസ്സിലാക്കിയിട്ടാണ് അതിന് നേരെ മറ്റൊരു മിസൈൽ ചെല്ലുന്നത്. പക്ഷേ അതിന് ഹിറ്റ് ചെയ്യാൻ നേരത്ത് അത് ഡിഫ്ലക്റ്റ് ആവും. അത് ഡിഫ്ലക്റ്റ് ആയിട്ട് യഥാർത്ഥത്തിൽ ഈ മിസൈലിനെ ഒഴിഞ്ഞു മാറിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇസ്രായേലിന്റെ മണ്ണിൽ ചെന്ന് വീഴുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് അവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നം നിലനിൽക്കെ ഇറാനുമായിട്ടുള്ള വാറ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാവുന്ന രീതിയിലേക്ക് ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല നെതന്യാഹുവിന്റെ മേലെയുള്ള കേസുകൾ പൊടി തട്ടപ്പെടുകയും അത് പിന്നീട് കോടതിയിലേക്ക് എത്തുകയും നെതന്യാഹു ജയിലിൽ പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്രംപ് ആണ്. ട്രംപിനെ ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ യുദ്ധം അവസാനിച്ച് എല്ലാ കെട്ടും ബാണ്ടും എടുത്തിട്ട് ഹോർമൂസിൽ നിന്ന് പോകാൻ പറ്റുമോ, എത്ര വേഗം പോകാൻ പറ്റുമോ അത്രയും വേഗത്തിൽ പോവുക എന്നുള്ളതാണ് ട്രംപിന്റെ മുന്നിലുള്ള കാര്യം. ആ കാര്യത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേല് തടയിടുന്നത് എന്നുള്ളതാണ്. ഇവിടെ കയോട്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ സമാധാനപൂർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിന്നു കഴിഞ്ഞാല് ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നങ്ങൾക്ക് നേരെയാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന സമാധാനം വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ആ കാര്യം ഇസ്രായേലിലെ വലതുപക്ഷ വിഭാഗം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഒരു കാരണവശാലും ഇറാൻ ഒരു സമാധാനത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ ഇസ്രായേലിന് അംഗീകരിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് മിഡിൽ ഈസ്റ്റ് പ്രശ്നഭരിതമായി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ ഇവിടുത്തെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോ ഇറാനുമേലെ ഈ ബെൻഗവീറൊക്കെ ആക്രോശിക്കുന്ന പോലെ ഇന്ന് രാത്രി തന്നെ തിരിച്ചടി നൽകണം എന്നും പറഞ്ഞ് തിരിച്ചടി നൽകാൻ പോയി, തിരിച്ചടി നൽകി. പക്ഷേ ഇത് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഗവീറിന്റെ അടക്കം മൂട് കീറുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.